ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ ചില കാര്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന്, നമ്മുടെ ട്രംപ് അണ്ണൻ അധികാരത്തിൽ വന്ന് ആദ്യം തന്നെ ചെയ്തത് മാസ് ഡീപ്പോർട്ടേഷനുള്ള ബില്ല് അങ്ങോട്ട് സൈൻ ചെയ്യുകയും പട്ടാളത്തിലെ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് US നടന്നത് എങ്കിലും UK അതിന് ചെറിയ പ്രതിഫലനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് അവിടെ ഉണ്ട്. സോ ഗൈസ്, ആദ്യം പഠിക്കുന്ന ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടൊക്കെ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യും, ഷെയർ ചെയ്യുക. സന്തോഷം എല്ലാവർക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ അടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞൊരു ടോപ്പിക്കാണ് UK ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങൾ. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 2032 കൂടി തന്നെ UK പോപ്പുലേഷൻ ഏകദേശം 72.5 മില്യൺ ആയിട്ട് ഉയരും എന്നുള്ളൊരു കാര്യമാണ്. അതൊരു ആശങ്കയോടുകൂടി പറഞ്ഞിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈഗ്രൻസിൻ്റെ കടന്നുകയറ്റം UK പോപ്പുലേഷനെ നല്ല രീതിയിൽ ഉയർത്തുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഹോസ്പിറ്റൽ, GP, സ്കൂൾ, അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസ് ഇവർക്ക് എന്താ പറയുക, ആവശ്യത്തിന് ഇല്ലാതാവും. ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് കാനഡയിൽ കിടന്ന് നോക്കിയാൽ മതി. കാനഡയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള റിവേഴ്സ് മൈഗ്രേഷൻ ഈ വരുന്ന മാസങ്ങളിൽ ഏകദേശം 2.5 മില്യണോളം ആളുകളാണ് റിട്ടേൺ പോകുന്നത്. അതിന് മെയിൻ കാരണം അവിടുത്തെ വിസ നിയമങ്ങൾ കടുപ്പിക്കുകയും അവിടെ ഒരു PR കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇതെല്ലാത്തിനെ തുടർന്നാണ് ഈ ഒരു പരിപാടി അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളുടെ, അതായത് മൈഗ്രൻസിൻ്റെ കടന്നുകയറ്റം ഇല്ലെങ്കിൽ വരവ് അവിടെ നല്ല രീതിയിൽ അവിടെയുള്ള ജനങ്ങളെയും മറ്റുള്ളവരെയും അത് വഷളാക്കി ഇല്ലെങ്കിൽ ബാധിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുകയും അത്രയധികം ആൾക്കാരെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം, ഇൻക്ലൂഡിങ് മലയാളീസ് ഒരു ലോഡുണ്ട്, അവരൊക്കെ തിരിച്ചു പോകേണ്ട സാഹചര്യം. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഞാൻ നാളേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സാഹചര്യമാണ് UK എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 72 മില്യൺ ഓളം ആളുകൾ UK ഇല്ലെങ്കിൽ 2032 കൂടി വരാനായിട്ട് പോകുന്നു. ഇപ്പോൾ ഏകദേശം 60 മില്യൺ മേലെയാണ് ഇപ്പോൾ UK ഒരു ജനസംഖ്യയുടെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. മൈഗ്രൻസിന്റെ കടന്നുകയറ്റം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ, അതും വലിയ രീതിയിലേക്ക്, അതായത് ലീഗൽ മൈഗ്രേഷനും വലിയ രീതിയിലേക്ക് മീൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു. ഈ വർഷം അത് നല്ല രീതിയിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ലീഗൽ മൈഗ്രേഷനിൽ UK കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമമാറ്റങ്ങൾ പല രീതിയിൽ അത് നല്ല രീതിയിൽ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ വന്ന സ്റ്റുഡൻസിനെയും അത് ബാധിച്ചു. അവർക്ക് പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പച്ച യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു വീഡിയോ നാളെ പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന സ്വരങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഫോം പാർട്ടി നല്ല രീതിയിൽ വളർന്നിരിക്കുന്നു എന്നുള്ള ഉദാഹരണമാണ് ഈ കാണുന്ന ചാർട്ട്. കൺസർവേറ്റീവ് പാർട്ടിക്കും താഴെ ലേബർ പാർട്ടിയുടെ എന്താ പറയുക, ഒരു സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കാട്ടി ബെസ്റ്റ് കുറച്ചും കൂടി കൺസർവേറ്റീവ് പാർട്ടിയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒപ്പീനിയൻ പോളുകളിലൂടെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. കാരണം ലേബർ പാർട്ടി വരുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞെങ്കിലും സമയമുണ്ട്. അപ്പോൾ ലേബർ പാർട്ടി പതിയെ ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ള മൈഗ്രേഷനും ഇല്ലീഗൽ മൈഗ്രേഷനും അതിൻ്റെ ഇടയിൽ ചർച്ചയായിട്ട് വന്നിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഗ്രൂമിങ് ഗ്യാങ്സിനെ കുറിച്ചുള്ള ചർച്ചാ വിഷയം ആകെ മൊത്തം പാർലമെന്റിലും ലോകം മൊത്തം ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കി അതിനെതിരെ വോട്ട് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ ഹോം സെക്രട്ടറി എറ്റി കൂപ്പർ ആ ഗ്രൂമിങ് ഗ്യാങ്സിന് ഒന്നും കൂടി ആ ഒരു പ്രോബ്ലത്തിനെ ഇല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ശിക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അവരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഫാമിലി കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിലാവും. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയായിരിക്കും എൻ്റെയും ഒരു വിചാരം കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വരണം. അവർ ഇവിടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എല്ലാ ജനങ്ങളും പറയുന്ന പോലെ അവരിവിടെ നാട് കടത്തേണ്ടവരാണെന്നുണ്ടെങ്കിൽ നാട് കടത്തുക തന്നെ ചെയ്യുകയും വേണം എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അപ്പോൾ മറ്റൊരു കാര്യത്തിൽ ചർച്ച ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ
കടന്നുകയറ്റം വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയാണ്. പെർ ഡേയിൽ 10-9 പേരൊക്കെ വെച്ച് കയറുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയുന്ന ഇൻഫർമേഷൻസ്, വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ, ന്യൂസുകളിലൊക്കെ കൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസ്. ഇത്രയും കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഇടയിലാണ് മറ്റൊരു ന്യൂസ്, ലണ്ടനിൽ 12 പേരിൽ ഒരാൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെന്നുള്ളൊരു ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയിരിക്കും ഇപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മുടെ ക്രിസ്റ്റാമറിൻ്റെ തലയിൽ എന്താണ് മുൾക്കിരീടം വെച്ചൊരവസ്ഥയിലാണ് എന്നുള്ള രീതിയിലാണ് ക്രിസ്റ്റാമർ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ പുള്ളിക്കാരൻ US ഏണി വെച്ച് മറ്റേ വള്ളികൾ പിടിക്കുന്നു എന്നുള്ളൊരു മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇലക്ഷൻ സമയത്ത് ഏകദേശം ഇവിടെ നിന്ന് 100ഓളം ലേബർ പാർട്ടി ആളുകളെ അങ്ങോട്ട് വിട്ട്, അവിടുത്തെ ലേബർ പാർട്ടി അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ട്, ട്രംപിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ട്, ലാസ്റ്റ് എന്തായി, ട്രംപ് ജയിച്ചു വന്നപ്പോൾ അതൊരു വലിയൊരു ഇതായി. പക്ഷെ ട്രംപ് ഇപ്പോൾ ഇതുവരെയും ഒരു ഫോൺ കോളിലൂടെ പോലും സംസാരിച്ചിട്ടില്ല. എനിക്കൊന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ ഫോൺ കോളിലൂടെ ട്രംപ് ക്രിസ്റ്റാമറുമായിട്ട് സംസാരിക്കും. കുറച്ച് നാളുകളായിട്ട് മറ്റെല്ലാ രാജ്യക്കാർക്കും ട്രംപിൻ്റെ ഒരു എന്താ പറയുക വിജയാശംസകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരയക്കുകയും തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പതിയെ നടക്കണം. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിലേക്ക് പതിയെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന എലോൺ മസ്ക് അണ്ണനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണ്ണൻ നൈസായിട്ട് ഇവിടെ ഈ പറഞ്ഞ ഫാർ റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിഫോം പാർട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും അവർക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ ഇഷ്യൂ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വഷളാവുന്നു. റിഫോം പാർട്ടിക്ക് സപ്പോർട്ടുകൾ കൂടുന്നു. എന്നാൽ ഇപ്പോൾ മാസ് ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മുദ്രാവാക്യവുമായിട്ട് റൈറ്റ് വിങ് എന്നുള്ള, ഇല്ലെങ്കിൽ എന്താ പറയുക, ഫാർ റൈറ്റ് വിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ ഇറങ്ങുന്നുണ്ട്. മാസ് ഡീപ്പോർട്ടേഷൻ ലൈക്ക് US എന്നുള്ള രീതിയിൽ ട്രംപ് ചെയ്യുന്ന പോലെ മാസ് ഡീപ്പോർട്ടേഷൻ വേണമെന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് വന്ന് ആ ദിവസം തന്നെ ഒപ്പിട്ട് വെച്ചത് പട്ടാളത്തെ ഇറക്കിയിട്ടാണെങ്കിലും ബോർഡറുകൾ സെക്യൂർ ചെയ്യാനും ഇല്ലീഗൽ മൈഗ്രൻസിന് പിടിക്കാനും, അന്ന് തന്നെ അവർ ആ ദിവസങ്ങളിൽ തന്നെ 100-500 വരെ പിടിച്ചു. ഇപ്പോൾ ഏകദേശം 1000ഓളം ആളുകളെ പിടിച്ച് നേരെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതേ പരിപാടി UK വരണം എന്നുള്ള ഒരു റാലിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ഈ റാലിയുടെ. അപ്പോൾ ഈ ഒരു റാലി നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാർ കടന്നു വരുന്ന സമയത്ത് ഇവർ കാണുന്നവർ ആരാണ് ഇല്ലീഗൽ ആരാണ് ലീഗൽ ആണെന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാവില്ല. വരുന്ന സമയങ്ങളിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആളുകൾ അല്ലെങ്കിൽ ഇതേപോലുള്ള റാലികൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഇല്ലീഗൽ മൈഗ്രേഷൻ ഇവിടെ ഉയർന്നത്. ആ നെറ്റ് മൈഗ്രേഷൻ വീണ്ടും ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ്. കാരണം പല ആനുകൂല്യങ്ങളും കാനഡ നിർത്തലാക്കിയ പോലെ PR കൊടുക്കാതെയും ഇല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇത്രയും വർഷം ഇവിടെ നിന്നതിന് ഒരു എന്താ പറയുക ഒരു വാല്യൂ ഇല്ലാത്ത വില പോവും എന്നുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അനേകം സ്റ്റുഡൻസ് ഇവിടെ ലക്ഷങ്ങളും അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വന്ന് ഇവിടെ ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സാലറി ത്രഷോൾഡ് പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മാരകമായ അടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് പണി കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷൻ ആണ്. ഇല്ലീഗലായിട്ടും ഇല്ലെങ്കിൽ ഒരുപാട് പേര് ആവശ്യമുള്ളവരും ഇല്ലാത്തവരും UK കടന്നു കയറി വരുന്നത് തന്നെയാണ് ഇതൊരു പ്രശ്നമാക്കിയിരിക്കുന്നത്, ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ക്രിസ്റ്റാമറിന് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് പുതിയ നിയമമാറ്റങ്ങൾ എന്താണ് ഇപ്പോൾ ഇത്ര വന്നതിന് ഒരുപാട് കാര്യങ്ങൾ വന്നു. അത് തന്നെ നമുക്കൊരു എന്താ പറയുക കഴുത്ത് ഞെരിക്കുന്നൊരു ഫീലാണ് ഉള്ളത്. അപ്പോൾ ഇനിയും ഈ പറഞ്ഞ നിയമമാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ചർച്ചകൾ വരുന്നു, ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റുകൾ വരുന്നു, റാലികൾ വരുന്നു, ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ ഇവിടെ ബാധകമാകുന്നു. അപ്പോൾ ഇതെല്ലാം പല രീതിയിൽ ഗവൺമെന്റിനെ ബാധിക്കും. അപ്പോൾ അവർ നിർബന്ധിതരാവും ഈ പറഞ്ഞ നിയമങ്ങൾ കൊണ്ടുവരാനും ഇതെല്ലാം നമ്മളെ ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിൽ 12-ൽ ഒരാൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണ് എന്നുള്ളതാണ്. അതിലും പലരും പറയുന്നുണ്ട് എല്ലാവരും ലണ്ടൻ വളഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും ചെക്ക് ചെയ്ത് ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇതേപോലെ ഡീപ്പോർട്ട് ചെയ്യണം. ഇതാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, എന്താവും എന്നൊന്നും അറിഞ്ഞൂടെ. ഗവൺമെൻറ് അങ്ങനെ ഒരു ആക്ഷനോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എന്നാൽ നമ്മുടെ ലേബർ ഗവൺമെൻറ് ഏകദേശം 10-19 ആയിരം ആൾക്കാരെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു.
കഴിഞ്ഞു എന്നുള്ളൊരു ഇൻഫർമേഷനും വരുന്നുണ്ട്. ഒരു 16,000 മേലെ ആൾക്കാരൊക്കെയാണ് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ ഋഷി സുനകിനെ പോലെ റിപ്പോർട്ട് ചെയ്യും, റുവാണ്ട പ്ലാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. അണ്ണം പണിയുന്നുണ്ട്. അത് ഇനി വലിയ രീതിയിൽ എത്ര രീതിയിൽ വർദ്ധിക്കും എന്നുള്ളതിന് അറിഞ്ഞൂടാ. അപ്പോഴും ഇടയിലൂടെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ പറഞ്ഞ ഈ ഇംഗ്ലീഷ് ചാനൽ കടന്നിട്ട്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി കാര്യത്തോടുകൂടി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാണണമെന്ന് കാണുക. ഒരു അന്താരാഷ്ട്ര ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാനും മനസ്സിലാക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും കൂടി റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്.